എല്ലാവരുടെ ലൈഫിലും ഒരു കാർത്തി വേണം, ഒരു കാർത്തിക്. എൻ്റെ ലൈഫിലും ഉണ്ട് അങ്ങനെ ഒരു കാർത്തിക് ഫ്രം ട്രിവാൻഡ്രം, ഇപ്പോൾ അയർലൻഡ്. അപ്പോൾ കാർത്തിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ യൂട്യൂബിൽ ഒരു SOP കവലറ്റ അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസ വീഡിയോ കണ്ട് എന്നെ കണക്ട് ചെയ്ത ഒരാളാണ് 1 ഇയർ ബിഫോർ. ആ സമയം തൊട്ട് ഈ സമയം എൻ്റെ പ്രഗ്നൻസി പീരീഡ് ആണെങ്കിലും അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം പീരീഡ് ആണെങ്കിലും എല്ലാ സമയത്തും അവൻ എന്തെങ്കിലും വന്ന് സംസാരിക്കാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കും. അതുപോലെ കുഞ്ഞുകുട്ടി അപ്രീസിയേഷൻസ്, ചെറിയ ഗിഫ്റ്റുകൾ, ബർത്ത്ഡേ ഓർത്ത് വെച്ചിട്ട് അതിൻ്റെ ഗിഫ്റ്റ്, ഒരു സ്വിഗ്ഗി ഓർഡർ, അതാണ് മെയിൻ. ഒരു സ്വിഗ്ഗി ഓർഡർ മസ്റ്റാണ് അവൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഞാൻ എന്തെങ്കിലും അവന് ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽപ്പ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനവൻ തിരിച്ചൊരു ടോക്കൺ ഓഫ് ലവ് എന്തായാലും എത്തിച്ചിരിക്കും. ലൈക്ക് ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര കേക്കോ എന്തെങ്കിലും ആയിരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര വാംത്തുള്ള ഒരു കോൺവെർസേഷനാണ്. ലൈക്ക് 1 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എന്തായാലും ബാംഗ്ലൂർ വരും ചേച്ചീനെയും മോനെയും കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള സംഭവം. ആൻഡ് ഈ കാർത്തിയുടെ പ്രസൻസ് എൻ്റെ ലൈഫിലുണ്ടാക്കിയ മാറ്റം എന്താണെന്നറിയോ? കാർത്തിക്ക് പോലും അറിയാത്തൊരു മാറ്റമാണ്. അതായത് നമ്മൾ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അവരേനെ നേർച്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരാളെയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം കാർത്തി ഒരുപാട് മൈൽസ് അപ്പാർട്ടാണ് ഞാൻ ഇരിക്കണേക്കാളും കൂടുതൽ. അവന് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം, പക്ഷേ സ്റ്റിൽ ചെറിയ ചെറിയ അപ്രീസിയേഷൻസ് ഗിഫ്റ്റായിട്ടും അതേപോലെ തന്നെ എന്താ പറയുക, സുഖമാണോ എന്നുള്ള കൈൻഡ് ഓഫ് കോൺവെർസേഷൻസും അവൻ ഓർത്ത് വെച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട്. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് കാർത്തിനെ കുറിച്ചിട്ട്. പക്ഷേ ഈ സൺഡേ ഇരിക്കുന്ന സമയത്ത് ഐ ഫെൽറ്റ് ലൈക്ക് ഇങ്ങനെയും ആളുകളുണ്ട് നമ്മളെ വർക്ക് ലൈഫിൽ നിന്ന് പോലും നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ കിട്ടും എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന കാർത്തിയെക്കുറിച്ച് പറയണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായി തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ബി ലൈക്ക് കാർത്തിക്. അതായത് ഗിവ് സ്മോൾ ഗിഫ്റ്റ്സ്, ഓൾവേസ് അപ്രീഷിയേറ്റ് ഈച്ച് അതർ, റെസ്പെക്റ്റ് ഈച്ച് അതർ ആൻഡ് ലവ് ഈച്ച് അതർ വിത്തൗട്ട് എനിത്തിങ് ഇൻ റിട്ടേൺ. കാർത്തി ഇതുവരെ എന്നോട് എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാനാണ് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്, നീ ബാംഗ്ലൂർ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി തരും. അപ്പോൾ കാർത്തി റിട്ടേൺ ആയിട്ടൊന്നും ചോദിക്കാതെ അത്രയും സ്നേഹം തരുന്ന ആളായതുകൊണ്ട് കാർത്തിയുടെ ലൈഫിലും ത്രൂ ഔട്ട് അവൻ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം സ്നേഹം മാത്രം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പേഴ്സണലി ആശംസിക്കുന്നു.